പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചാരത്തും ദൂരത്തുമായി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നാം ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി വായിച്ച തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമാണ്. കഴിഞ്ഞ ദിവസം ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ദൈവം ഒരു സന്ദേശം തരുവാനിടയായിത്തീർന്നു. ദൈവസഭയോട് ഇന്ന് പകലിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ തട്ടിയുണർത്തുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ദൈവം നമ്മെ ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഒരു ആഹ്വാനമായിരിക്കും ഈ സന്ദേശം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണം തന്നത്. അതാണ് ഇന്ന് പകലിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യെശയ്യാ അവിടെ ഒരു സ്വർഗീയ ദർശനം കാണുകയാണ്. സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, സ്വർഗീയ സൈന്യം ആ ദൈവത്തെ അവിടുന്ന് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്ന ഒരു ആരാധനയാണ് യെശയ്യാ അവിടെ കാണുന്നത്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ഈ ദർശനം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ കുറവുകളെ കണ്ടത് ദൈവത്തെ കണ്ടപ്പോഴാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രവാചകനായ യെശയ്യായുടെ ജീവിതത്തിലൊക്കെയും മനുഷ്യരെ കാണുമ്പോൾ ഞാൻ നല്ലവനാണ്, നിങ്ങളെല്ലാവരും നന്നാവണം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ചെയ്യണം, ഞാൻ ഏറ്റവും നല്ലവനാണ്, നിങ്ങൾ മോശക്കാരാണ് എന്നൊരു തലത്തിലേക്ക് മാത്രമേ മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു മനുഷ്യനെ കാണുമ്പോൾ കമ്പയർ ചെയ്യും, ആ മനുഷ്യനേക്കാൾ ഞാൻ കൊള്ളാം. പക്ഷേ ദൈവത്തെ കണ്ടപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഞാൻ എത്രയോ മോശപ്പെട്ട വ്യക്തി ജീവിതമാണ്, എൻ്റെ അധരങ്ങൾ ശുദ്ധിയില്ലാത്തതാണ്, ഞാൻ ഒരിക്കലും എൻ്റെ പിതാക്കന്മാരെ പോലെ, അല്ലെങ്കിൽ ഞാനൊരു വിശുദ്ധനല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് യെശയ്യാ പ്രവാചകനെ കൊണ്ടെത്തിച്ചത്. വാസ്തവമായി ദൈവത്തെ നാം കാണുമ്പോഴാണ് നമ്മുടെ കുറവുകളെ കാണുന്നത്. പ്രിയ മിൽക്കാൻഡി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്നത് പോലെ, അല്ലെങ്കിൽ വചനം വായിച്ച് അതനുസരിക്കാതെ പോകുന്ന ആത്മവഞ്ചകരെ പോലെ ആകാതെ വചനമാകുന്ന കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കണ്ട് പരിഹരിക്കുന്നവരായി തീരണം എന്നുള്ളത് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. വളരെ വാസ്തവമായ കാര്യമാണ്. ദൈവവചനത്തെയും ദൈവത്തെയും കാണുമ്പോഴാണ് നമ്മുടെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ നിലവാരം, നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും 6-ാം അധ്യായത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന കാര്യങ്ങൾക്ക് മുൻപ് ഒരു 5 അധ്യായം യെശയ്യാ പ്രവാചകൻ രചിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. അതിൻ്റെ തലക്കെട്ടുകൾ മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ജനത്തിൻ്റെ അതിക്രമങ്ങളെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ ഭീകരദിനത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം ജെറുസലേമിൽ നടക്കുന്ന അനീതിയും അക്രമവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ തന്നെ ജെറുസലേം നിവാസികളായ, അല്ലെങ്കിൽ തൻ്റെ ദൈവജനത്തിൻ്റെ ഇടയിലുള്ള പുത്രിമാർ, അവരുടെ വേഷവിധാനത്തെക്കുറിച്ചും അവരുടെ അലങ്കാരത്തെക്കുറിച്ചും, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടാത്തതിനെ കുറിച്ചും അവിടെ താക്കീത് കൊടുക്കുകയാണ്. സിയോൻ പുത്രിമാർക്ക് താക്കീത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ്, ദൈവം നനച്ചു വളർത്തിയ ഇസ്രായേൽ എന്ന് പറയുന്ന മുന്തിരിത്തോപ്പിനെ കുറിച്ച് വളരെ കണിശമായ ഭാഷയിൽ പ്രവാചകൻ അവിടെ വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ വചനമറിയിക്കുകയാണ്. അപ്പോൾ തന്നെ അധർമ്മികളായ ചില വ്യക്തികൾക്ക് വളരെ ദുരിതമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നൊക്കെയും 5 അധ്യായത്തിൽ ഇദ്ദേഹം ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ മനം തിരിയണം, നിങ്ങൾ നന്നാവണം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധം വരും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഞാനെല്ലാം തികഞ്ഞവനാണ്, നിങ്ങളെല്ലാം തികയാനുള്ളവരാണ്. സ്വാഭാവികമായും പ്രസംഗിക്കുന്നവരുടെ എല്ലാവരുടെയും ചിന്ത എങ്ങനെയാണ്? പ്രസംഗിക്കുന്ന ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഇനി കേട്ട് നിങ്ങളാണ് അനുസരിക്കേണ്ടത് എന്നുള്ള ഒരു മനോഭാവമാണ് പല പ്രസംഗകരിലും കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഭാഗം വായിച്ചപ്പോൾ യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം ഒരു റീകമ്മീഷൻ ചെയ്യുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. റീകമ്മീഷൻ എന്ന് പറഞ്ഞാൽ അധികാരപ്പെടുത്തുക, നിയോഗിക്കുക, ചുമതലപ്പെടുത്തുക, നിയമിക്കുക, ദൗത്യമേൽപ്പിക്കുക, കർത്തൃത്വം നടത്തുവാൻ വേണ്ടി ദൈവം ഏൽപ്പിക്കുക എന്നൊക്കെയാണ്
ഈ കമ്മീഷന് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ദൈവം ഒരു പുതിയ ഒരു ജോലി, ഒരു ഉത്തരവാദിത്വം നൽകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായത് പോലെയല്ല, മറിച്ച് പുതിയൊരു ഉത്തരവാദിത്വം ഈ പ്രവാചകനെ ഏൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ഈ പ്രവാചകന്റെ ജീവിതത്തിലെ ചില കുറവുകളെ ഇദ്ദേഹത്തിനൊന്ന് കാണിച്ചു കൊടുക്കണം, അല്ലെ? ഏതൊരു പ്രവാചകനായിക്കോട്ടെ, ഏതൊരു അപ്പസ്വലനായിക്കോട്ടെ, ഏതൊരു മനുഷ്യനുമായിക്കോട്ടെ, ദൈവം വിളിക്കുമ്പോൾ തന്നെ എല്ലാം തികഞ്ഞവരായിട്ടല്ല അവർ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. ജീവിതാനുഭവങ്ങളിൽ ദൈവം പല വിധത്തിൽ ഇടപെട്ട്, പല രീതിയിൽ ഇടപെട്ട് തൻ്റെ ആ പഴയ അവസ്ഥയിൽ നിന്നും പണിതുയർത്തി ക്രിസ്തു എന്ന തലയോളം വളരണമെന്നുള്ള ആ ആഹ്വാനത്തോടു കൂടെ പടിപടിയായിട്ടാണ് ഒരു മനുഷ്യനെ പണിത് ഉയർത്തുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകനായി ഞാൻ എല്ലാം തികഞ്ഞവനായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. എന്നാൽ അടുത്തൊരു പടിയിലേക്ക് നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ദേശം എന്നിലൂടെ, എനിക്കും അതിലൂടെ ഈ സഭയ്ക്കും ദൈവം കൊടുക്കുകയാണ്. കാരണം ഞാനും നന്നാവാനുണ്ട്, സഭയും നന്നാവാനുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിന് മുൻപിൽ ഈ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, അയ്യോ, ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് മുൻപിൽ, ആ പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തിൽ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണല്ലോ എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം തന്റെ ജനത്തിലേക്ക് നോക്കിയപ്പോൾ, ആ പുരോഹിതന്മാരെക്കാൾ ഞാൻ കൊള്ളാം, ഈ ജനത്തെക്കാൾ ഞാൻ കൊള്ളാം, അതുകൊണ്ട് ധിക്കാരികളെ നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊള്ളുക, അനുസരണം കെട്ടവരെ നിങ്ങൾ നന്നായിക്കൊള്ളുക, ഇസ്രായേൽ പുത്രിമാരെ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്നൊക്കെയാണ് ആഹ്വാനം ചെയ്തത്. അപ്പോൾ പ്രവാചകന് തന്റെ തെറ്റുകളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഒരിടവരുത്തുകയാണ്. അങ്ങനെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ 5-6 കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ളത്. ഞാൻ അതിന്റെ യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ 6 വ്യത്യസ്ത പോയിന്റായിട്ട് തന്നെ പറയാം, എന്നിട്ട് നമുക്ക് ഓരോന്ന് ചിന്തിക്കാം. ഇവിടെ ഇതാ പ്രവാചകന് ദൈവത്തിന്റെ ദർശനം കണ്ടപ്പോൾ തന്റെ പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകുന്നു. രണ്ടാമത്, ബോധമുണ്ടായപ്പോൾ ഈ പാപം അദ്ദേഹം ഏറ്റുപറയുകയാണ്. അതിനുശേഷം ഇദ്ദേഹം ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ ഒരു ശുദ്ധീകരണമായി മാറ്റപ്പെടുകയാണ്. താൻ പറഞ്ഞു തന്റെ അധരം മലിനമാണ്. ആ ആദരത്തിന്റെ പ്രശ്നം ദൈവം എന്ത് ചെയ്തു? അത് പരിഹരിച്ചു കൊടുത്തു. അവന്റെ പാപം ക്ഷമിക്കുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ആർ നമുക്ക് വേണ്ടി പോകും? അപ്പോൾ ആ ശുശ്രൂഷയുടെ ആ വിളി കേട്ടപ്പോൾ പ്രവാചകൻ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറാകുന്നൊരു പ്രവാചകൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 6-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ, ദൈവം തന്നെ നിയോഗിച്ച് പുതിയൊരു ശുശ്രൂഷയിലേക്ക് ദൈവം, അടുത്തൊരു പടിയിലേക്ക് ദൈവം കയറ്റിവിടുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ആ 6 പോയിന്റുകൾ ഞാൻ ഒന്നുകൂടി പറയാം. പാപത്തെക്കുറിച്ച് ബോധമുണ്ടായി, പാപം ഏറ്റുപറഞ്ഞു, ശുദ്ധീകരണം പ്രാപിച്ചു, ശുശ്രൂഷയ്ക്കായി വിളിച്ചു, താൻ അതിനായി തയ്യാറായി, ദൈവം തന്നെ നിയോഗിച്ചു. ഈ 6 പടികൾ വാസ്തവമായി ആരിലാണോ നിറവേറുന്നത് അവൻ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കയറുവാൻ ദൈവം അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു മനോഭാവം ദൈവവചനം കാണുമ്പോൾ, അയ്യോ കർത്താവേ, ഇന്ന വിഷയങ്ങളിൽ ഞാൻ തെറ്റിക്കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അനുതപിച്ചാൽ ദൈവം ആ പാപത്തിനൊരു പരിഹാരം വരുത്തും. ആ പാപത്തിന് പരിഹാരം വരുത്തി കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഇഷ്ടം നമ്മെ അറിയിക്കും. മോനെ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അത് കേൾക്കുന്ന ആ വ്യക്തി പറയും, ദൈവമേ, എന്നെ അയക്കൂ, ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ ദൈവം ഇന്നതുപോലെ ചെയ്യുവാൻ പ്രവചനത്തിനായി ഇദ്ദേഹത്തെ നിയമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ശുശ്രൂഷ നടക്കാതെ, ഈ ഒരു ശുദ്ധീകരണം നടക്കാതെ, ദൈവത്തെ കണ്ടുമുട്ടാതെ ഒരു ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് 5 അധ്യായത്തിൽ വിമർശന മനോഭാവത്തോടു കൂടെ പ്രവചിച്ച പ്രവാചകൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അയ്യോ, എന്റെ തെറ്റ് ഇവരെക്കാൾ വലുതാണ് എന്ന് പറഞ്ഞ് സമ്മതിക്കുന്ന ഒരു പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അനുഭവം നമ്മൾ ഏറ്റവും നല്ലവരായതുകൊണ്ടല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത്, രക്ഷയിലേക്ക് വേണ്ടി വിളിച്ചത്. ആദ്യപടിയായി സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമ്മുടെ കുറവുകളെ അല്പമായി കണ്ടു, മനസ്സിലാക്കി, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ മാറ്റമില്ല, കുടുംബത്തിൽ മാറ്റമില്ല, വ്യക്തി ജീവിതങ്ങളിൽ മാറ്റമില്ല, നമ്മുടെ ഇടപാടുകളിൽ മാറ്റമില്ല. രക്ഷിക്കപ്പെട്ടു, കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മീയത, ഇതിനെ ദൈവം അംഗീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
ഇതിന്റെ അടുത്തൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ ദൈവം പറയുകയാണ്, ദൈവിക ദർശനം കൊടുക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തെ കണ്ടപ്പോൾ ഞാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ 6 കാര്യങ്ങളും പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സമയത്തിന്റെ പരിധി കൊണ്ട് വാക്യങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരു വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 5-ാമത്തെ വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. താഴേക്ക് വായിക്കാം. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറഞ്ഞു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അതരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല. യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളെയും മാറ്റങ്ങളെയുമാണ് 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. അവിടെ ദൈവത്തെ കണ്ടപ്പോൾ തന്റെ അവസ്ഥ മനസ്സിലായി, താൻ ഒരു തെറ്റുകാരനാണെന്ന് മനസ്സിലായി, താൻ ഇനിയും ശുദ്ധീകരണം പ്രാപിക്കാനുള്ളവനാണെന്ന് മനസ്സിലായി. അതിനുവേണ്ടി ദൈവസ്ഥനിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പ്രവാചകന്റെ ദൈവം ശുദ്ധീകരിച്ച്, തന്റെ അതരത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ ആർ എനിക്ക് വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ അടിയനിതാ എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് യെശയ്യായെ കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ എന്താണ്? നീ ഈ ജനത്തോട് ചെന്ന് പറയുക എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വവും ശുശ്രൂഷയും ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, 6-ാം അധ്യായം കഴിഞ്ഞ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതരം ശുദ്ധീകരിച്ച യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് എന്താണെന്ന് അറിയാമോ? 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആദരം ശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകനിലൂടെ ദൈവം പ്രവചനം അരുളപ്പാടുകൾ രേഖപ്പെടുത്തി വെച്ചു. ശുശ്രൂഷയുടെ ലെവല് മാറിയത് കണ്ടോ? ഇത്രയും നാള് അവര് മോശമാണ്, ഇവര് മോശമാണ്, ഞാൻ തികഞ്ഞവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പ്രവാചകൻ ദൈവത്തെ കണ്ടപ്പോൾ, ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ, വിനയപ്പെട്ടപ്പോൾ ദൈവം ഒരു ശുശ്രൂഷ കൊടുത്തു. ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാര്യം പിടികിട്ടിയോ? പിന്നീട് നമുക്കറിയാം, ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ബൈബിളിനകത്തെ ചെറിയ ബൈബിൾ എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ വിവരിക്കുന്നത്. അദ്ദേഹം പിന്നെ മശിഹായിക പ്രവചനങ്ങൾ നടത്തി. യേശു ക്രിസ്തു 53-ാം അധ്യായത്തിൽ ക്രൂശീകരണം സംഭവിക്കുന്നതിനെ കുറിച്ച്, തന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം മശിഹ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് പ്രവചിക്കുവാനിടയായി തീർന്നു. തന്നെയുമല്ല, കർത്താവ് ഇവിടെ വാഴാൻ വരുമ്പോൾ അത് ഈ ഭൂമിയിൽ കർത്താവ് രാജാവായി വാഴും, അന്ന് സ്വസ്ഥതയുണ്ടാകും എന്ന് പറഞ്ഞാൽ ആ പുതിയ ആകാശത്തെയും ഭൂമിയെയും കുറിച്ചും 1000 ആണ്ടിനെ കുറിച്ചൊക്കെയും ഭാവി കാര്യങ്ങളെ പ്രവചിക്കുവാൻ ഈ പ്രവാചകന് സാധിച്ചു. കർത്താവിന് മുൻപ് വഴിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വരുമെന്ന് ഇദ്ദേഹം പ്രവചിച്ചു. ബൈബിളിനകത്തെ ചെറിയൊരു ബൈബിളാക്കി ദൈവം ഇതിനെ തീർത്തു. ഇതിനും 66 അധ്യായങ്ങളാണുള്ളത്. ഈ പ്രവാചകൻ ഇതെങ്ങനെ സാധിച്ചു? ഇവിടെയാണ് ദൈവത്തിന്റെ ദർശനം. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അല്ലെ? ദൈവം മാംസമായി ഇവിടെ വസിച്ചപ്പോൾ യേശു ക്രിസ്തുവായി നമുക്ക് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ തലമുറ കണ്ടു. ഇവിടെ ഇതാ അതേ വചനം എഴുതി വെച്ചിരിക്കുകയാണ്. ഈ വചനത്തെ കാണുമ്പോൾ നമ്മുടെ കുറവുകളെ കണ്ട് അതിനെ പരിഹരിച്ച് മുന്നോട്ടുള്ള ആഹ്വാനത്തിൽ ഈ 6 കാര്യങ്ങൾ നടന്നാൽ, പാപത്തെക്കുറിച്ചുള്ള ബോധം വന്നാൽ, പാപമേറ്റു പറഞ്ഞാൽ അതിന് ശുദ്ധീകരണം ലഭിക്കും, ശുശ്രൂഷയ്ക്കായി വിളിക്കും, അതിനായി തയ്യാറായാൽ ദൈവം ശുശ്രൂഷ ചെയ്യുവാൻ ഏൽപ്പിക്കും. ആ ശുശ്രൂഷയുടെ വലുപ്പം എന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു വ്യത്യാസം ഒരുവന്റെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ലാത്തൊരു മനുഷ്യനായി നമ്മൾ തീരും. ദൈവത്തിന് വേണ്ടി യാതൊരു പ്രയോജനമില്ലാതെ, പ്രവചനത്തിൽ പറയുന്ന പോലെ, അടുപ്പിൽ നിന്ന് ചാരം കോരുവാനോ തൊട്ടിയിൽ നിന്ന് വെള്ളം കോരുവാനോ ഉപകരിക്കാത്ത പൊട്ടക്കലം തകർക്കുന്നത് പോലെ ദൈവം അവരെ തകർക്കുമെന്നാണ് പറയുന്നത്.
കലം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിലെ ചാരം കോരുവാൻ ആ കലത്തിന്റെ കഷ്ണം നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കാര്യത്തിന് ഒരിച്ചിരി വെള്ളം കോരി ഒഴിക്കുവാൻ, ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ പൊട്ടിയ കലം നമുക്ക് ഉപയോഗിക്കാം. കർത്താവ് പറയണം, അതിനുപോലും കൊള്ളാതിരുന്നാൽ അതിനെ പുറത്തെറിഞ്ഞ് തകർത്ത് കളയുവാനേ, ആ നിലം ശൂന്യമാക്കാതെ അതിനെ പൊടിച്ചു കളയുവാനേ ദൈവം തുനിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രവാചകൻ വീണ്ടും പറയുന്നത്. അതുകൊണ്ട് നാം മാനപാത്രമായി പണിതെടുക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തെ കാണണം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ ശ്രദ്ധിക്കണം. കണ്ണാടിയിൽ നമ്മൾ കാണുമ്പോൾ എൻ്റെ മുഖത്തിന് ഇന്ന കുഴപ്പങ്ങളുണ്ടെന്ന് അപ്പോൾ കണ്ട് അത് പരിഹരിച്ചാൽ അത്യാവശ്യം ദൈവം തന്ന സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ മാന്യമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കാം, അല്ലേ? ദൈവമാണ് നമുക്ക് സൗന്ദര്യം തന്നത്. ചിലർക്ക് സൗന്ദര്യം കൂടുതലാണ്, ചിലർക്ക് കുറവാണ്. എന്നാലും ഉള്ളതിനെ സൂക്ഷിക്കണമെങ്കിൽ കണ്ണാടിയിൽ നോക്കണം. അപ്പോൾ നമുക്ക് വിവിധ നിലയിലുള്ള ആത്മീക ജീവിതം നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. അല്പം ലഭിച്ചവരുണ്ട്, അധികം ലഭിച്ചവരുണ്ട്. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും, അല്പം ലഭിച്ചവനോട് അല്പമേ ചോദിക്കുകയുള്ളൂ. നമ്മളെ ഏൽപ്പിച്ചതിന് നമ്മൾ ഉത്തരവാദിത്തം പറഞ്ഞാൽ മതി. പക്ഷേ ഏൽപ്പിച്ചതിന് ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിന്റെ കണക്ക് കർത്താവിന് കൊടുക്കണം. ഒരു പലിശക്കാരൻ പലിശയ്ക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നത് പോലെയാണ് കർത്താവ് തന്റെ താലന്തുകൾ ഒരു മനുഷ്യന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കുവാനാണോ കഴിവ് തന്നത്? നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനാണോ കഴിവ് തന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്താണോ തന്നത്? ഇതിനെല്ലാം കർത്താവ് കണക്ക് ചോദിക്കുക. ഈ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്തു? ഞാൻ നിനക്ക് തന്ന വാക്ചാതുര്യം കൊണ്ട് നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന ആരോഗ്യം കൊണ്ട് എന്ത് ചെയ്തു? നിനക്ക് തന്ന ശബ്ദം കൊണ്ട് എന്ത് ചെയ്തു? ഇതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ എണ്ണി എണ്ണി, കർത്താവേ, അങ്ങ് എനിക്ക് തന്ന അറിവ്, ബുദ്ധി, വിദ്യാഭ്യാസം എന്റെ കർത്താവിന്റെ വചനം പഠിക്കുവാനും മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കുവാനും ഉപയോഗിച്ച് കർത്താവേ, അടിയനെ കൊണ്ട് ഇതേ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അവനൊരു പ്രതിഫലം കിട്ടും. പക്ഷേ ഇതെല്ലാം കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് കർത്താവിനെ വിമർശിച്ച് എല്ലാവരും വിമർശിച്ച് നടക്കുന്നവരാണെങ്കിലോ ദുഷ്ടദാസനെ എന്ന് വിളിക്കുവാനിടയായിത്തീരും. നമ്മൾ ഒരിക്കലും ആ കാറ്റഗറിയിൽ പെടാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം കേട്ട് മുന്നോട്ട് നമ്മുടെ അടുത്ത ലെവലിലേക്ക് കയറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ പെന്തക്കോസ്തിലേക്ക് പോയി. പെന്തക്കോസ്തിൽ നിന്നും ഗ്രേസ് ചർച്ചിലേക്ക് കടന്നു വന്നു. ഇപ്പോഴിതാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ദൈവസഭയുടെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ യഥാർത്ഥ ഒരു ശുശ്രൂഷകനായി ദൈവം മാറ്റുവാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും പാത്രത്തിൽ നിന്നും പാത്രത്തിലേക്ക് പകർന്ന് ശുദ്ധീകരണം പ്രാപിച്ചവരാണ് എനിക്കറിയാം. കാരണം വചന സത്യം ഗ്രഹിച്ചവരാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ചാരത്തും ദൂരത്തുമായി പല വ്യക്തി ജീവിതങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അവരിലേക്കും ഈ സത്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ആർ നമുക്ക് വേണ്ടി പോകും? ഈ പ്രവാചകനോട് ദൈവം അയക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ജനം സഖ്യം എന്ന് പറയുന്നതിനോട് നീ സഖ്യത കൂടരുത്. ഈ ജനം മാർഗം എന്ന് പറയുന്നതിനോട് നീ മാർഗം കൂടരുത്. ഈ ജനം നടക്കുന്ന വഴിയിൽ നീ നടക്കരുത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ലോകത്ത് അനേകം ക്രൈസ്തവരുണ്ട്. അവരെല്ലാം നടക്കുന്നത് പോലെ നടക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ ഒരു നടത്തുവാനാണ് വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു ഉദ്ദേശമുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മളത് ചെയ്യുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശ്വസ്തരെന്ന് എണ്ണി ദൈവം ശുശ്രൂഷ നൽകിയിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നത് പോലെ, ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തരായി നിന്ന് കഴിഞ്ഞാൽ സഭയിൽ നിന്ന് കിട്ടുന്ന, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമല്ല നമുക്ക് ആവശ്യം. ദൈവത്തെക്കാൾ ഉപരിയായ മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന മാനത്തെയല്ല നമ്മൾ കാംക്ഷിക്കുന്നത്. പൗലോസ് പറയുന്നു, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദാസനാകുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ലോകം വെച്ച് നീട്ടിയ പല സൗഭാഗ്യങ്ങളും പദവികളും എല്ലാം ചപ്പും ചവറും പോലെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത്, അല്ലേ? ഒറ്റയ്ക്ക് നിന്നാലും പ്രിയമുള്ളവരെ, ഏതൊരു കാലഘട്ടത്തിലും നോക്കിക്കൊള്ളുക. ഇവിടെ ഇരിക്കുന്ന ജോസങ്ങള് താൻ രക്ഷിക്കപ്പെട്ട കാലം തുടങ്ങി 30 വർഷത്തോളം മറ്റൊരു ദൈവസഭയ്ക്ക് വേണ്ടി, ആ സഭയ്ക്ക് വേണ്ടി, ആലയത്തിന് വേണ്ടിയിട്ടും അതിന്റെ സെമിറ്ററി, മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി സഭയുണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ ചപ്പും ചോറും പോലെ പുറകിലുള്ളത് ഞാൻ മറക്കുന്നു, മുന്നതിലുള്ള ലക്ഷ്യം വെച്ച് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഈ ശുശ്രൂഷ നയിക്കുന്നത് പ്രിയ ജോസങ്ങളും ഈ എളിയവനും നമ്മുടെ സഹോദരിയായ പ്രിയ ഓമന സിസ്റ്ററുമാണ്. അപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ ഒരു ചർച്ചയുള്ളൂ, അതാണ് ഗ്രേസ് ചർച്ച് പറവൂർ. അതിൻ്റെ
ചുരുക്കം വിശ്വാസികളാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സത്യങ്ങൾ അറിയാം. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ കണ്ടതുപോലെയുള്ള ഒരു ദൈവിക കാഴ്ചപ്പാടുള്ളവർക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അന്ന് അത് പ്രവചിക്കുവാൻ കെൽപ്പുള്ളവൻ യെശയ്യാ മാത്രമായിരുന്നു. അന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അവിടെ മഹാപുരോഹിതന്മാരുണ്ട്, ജ്ഞാനികളുണ്ട്, ശാസ്ത്രിമാരുണ്ട്. ഇവർക്ക് ആർക്കും കിട്ടാത്തൊരു വെളിപ്പാട് ഈ മനുഷ്യന് കിട്ടിയപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ജനം കണ്ടിട്ടും കാണാതിരിക്കണം, കേട്ടിട്ടും കേൾക്കാതിരിക്കണം, ഗ്രഹിക്കാതിരിക്കണം. അവരുടെ ഹൃദയം നീ എന്ത് ചെയ്യണം? അടച്ചു കളയണം. എന്താണ് ദൈവം പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമല്ല അത് അവിടെ നടക്കുന്നതെങ്കിൽ അവിടെ ഒരു ന്യായവിധി വരേണ്ടതിന് ദൈവശബ്ദം കേൾപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ലക്ഷ്യമാണ്. എല്ലാവരും അധർമ്മം മൂലം കിടക്കുമ്പോൾ അവിടെ ഒരുവനെ സത്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ പറയുമ്പോൾ അവിടെ ന്യായവിധി പെട്ടെന്ന് വരുവാനിടയായിത്തീരും. എന്ന് പറഞ്ഞാൽ, ഒരു സമൂഹം വിശ്വസിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളെ അതിനെ തിരുത്തി ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുവൻ സത്യം വിളിച്ചു പറയും. ഇതുപോലെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ സത്യങ്ങൾ പറയും. അപ്പോൾ അവിടെയുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്ന് ദൈവത്തെ ആരാധിക്കുകയാണോ ചെയ്യുന്നത്? അതോ ഈ പ്രവാചകനെ എങ്ങനെയെങ്കിലും കൊന്നുകളഞ്ഞ് നമ്മുടേതായ ആ സാമ്രാജ്യത്തെ മുൻനിർത്തി അതിനെ നിലനിർത്തി പോകുവാനാണോ ആഗ്രഹിക്കുന്നത്? വാസ്തവത്തിൽ ഈ പ്രവാചകന്റെ കാലത്തും ഈ പ്രവാചകനെ ഒരു തടിക്കഷത്തിൽ കെട്ടിക്കൊണ്ട് ഈർച്ചുവാൾ കൊണ്ട് അറുത്ത് മരത്തോടൊപ്പം രണ്ടാക്കി കൊന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ആ സമൂഹത്തോട് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചപ്പോൾ ആ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ന്യായവിധിക്കായിട്ട് നീ ഇത് ചെയ്യണം. കാരണം സത്യം അറിയിക്കേണ്ടപ്പോൾ കൃത്യമായി കർത്താവ് അറിയിക്കും. അത് സത്യമാണോ എന്ന് മനസ്സിലാക്കുന്നവർ രക്ഷിക്കപ്പെടും. ഇല്ലാത്തവർ ഹൃദയം കഠിനപ്പെട്ട് ഈ ദൈവിക വ്യവസ്ഥയോട് എതിർത്ത് നിൽക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് എന്താ സംഭവിച്ചത്? കർത്താവ് സത്യങ്ങളെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ട്, നീ ബേൽസബൂലിനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇവൻ ശബത്ത് ലംഘിക്കുന്നവനാണ്. കർത്താവിനില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെ? ആ തലമുറയിലെ പണ്ഡിതന്മാർ ഈ സത്യം മനസ്സിലാക്കാതെ കർത്താവിനെ ക്രൂശിൽ തറച്ച് കർത്താവിനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത്. കർത്താവ് പഴയ നിയമത്തിൽ പലയിടങ്ങളിലും പരിഹാസികൾ എന്ന് വിളിക്കുന്നുണ്ട്. പരിഹാസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? വെറുതെ കളിയാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. ദൈവിക വചനത്തോട് മറുതലിക്കുന്നതിന്റെ ഏറ്റവും ആ ഫൈനൽ സ്റ്റേജ് ആണ് പരിഹാസം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പല നിലകളിൽ നമ്മൾ അതിനെ തള്ളിക്കളയും, അല്ലേ? ഈ ലോകം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുക. അത് പരിഹാസത്തോടുകൂടെ തള്ളുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ തക്കവണ്ണം ആ മനുഷ്യൻ പാകമായി എന്നുള്ളതാണ് അതിനർത്ഥം. പരിഹാസി. അതുകൊണ്ടാണ് ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നാക്ക് നീട്ടി പരിഹസിച്ചു എന്നാ പറയുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ദൈവിക ആലോചനയെ അത്രമാത്രം വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനോട് ഒരു അനുസരണയും കാണിക്കാത്തൊരു മനോഭാവമാണ് പരിഹാസം. ഇന്ന് നമ്മൾ ഈ സത്യം പറയുമ്പോൾ അനേകം പരിഹാസികൾ എഴുന്നേറ്റിരിക്കുന്ന കാലഘട്ടത്തിലാണ്. നമുക്കത് വിഷയമല്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, സത്യം പ്രവചിച്ച പ്രവാചകന്മാരെ അവർ അടിച്ചോടിച്ചു, വ്യാജം പറഞ്ഞവരെ അവർ പൂമാലയിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കളവായി പറയുമ്പോൾ നിങ്ങൾ തുള്ളിച്ചാടുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സന്തോഷമേ ഉള്ളൂ. അവരെ ഓർത്ത് ദുഃഖവും, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ വെളിപ്പാട് ഓർത്ത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ദൈവിക കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ ദൈവം അടുത്തൊരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. നമുക്ക് 1-2 വചനഭാഗം കൂടി ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മോശയുടെ ജീവിതത്തിൽ ഞാൻ ഏതാനും വ്യക്തി ജീവിതങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതായത് ദൈവം ഏത് സ്റ്റേജിൽ നിന്നും അവരെ ഏത് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. മോശയുടെ ജീവിതത്തിൽ നമുക്കൊന്ന് 2 വാക്യങ്ങളിൽ പരിശോധിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. മോശ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മോശയെ കുറിച്ച് നമുക്കറിയാം. ആവർത്തന പുസ്തകം അവസാന അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവജനത്തിന് വേണ്ടി ഇത്രത്തോളം വീര്യപ്രവർത്തികൾ ചെയ്ത ഒരു മനുഷ്യൻ മോശയെ പോലെ മുൻപും ഉണ്ടായിട്ടില്ല, പിൻപും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എന്താണ് വായിച്ചത്? അയ്യോ ദൈവമേ, മോശ ദൈവത്തോട് അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രം. ദൈവം ഒരു ഉദ്യോഗം നിയമിക്കുമ്പോൾ
മോശ പറയുകയാണ്, ദൈവമേ അയ്യോ ഞാൻ എന്തുള്ളൂ, എനിക്കിതിനുള്ള കഴിവും പ്രാപ്തിയും ഒന്നുമില്ല. നമുക്കതിൻ്റെ 4:13 വാക്യം കൂടി ഒന്ന് വായിക്കാം. പുറപ്പാട്. ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ്. ഇസ്രായേൽ ജനത്തിന് നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അവരെ വിടിവെക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നിന്നോടുകൂടെ ഞാൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും മോശയുടെ അവസ്ഥ എന്താണ്? എന്റെ ദൈവമേ, മറ്റാരെങ്കിലും കൊള്ളാവുന്ന ആരെങ്കിലും അയക്കണമേ. പിന്നെയും മോശ പറയുന്നുണ്ട്, ദൈവമേ അങ്ങനോട് സംസാരിച്ചപ്പോഴും സംസാരം കഴിഞ്ഞപ്പോഴും അടിയനിതാ തടിച്ച നാവുള്ളവനാ, വിക്കുള്ളവനാ, 80 വയസ്സുമുണ്ട്, എനിക്കിതിനുള്ള പ്രാപ്തിയും അതൊന്നുമില്ല, എന്നെ വിട്ട് വേറൊരാൾ എടുക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞു അല്ലേ. അപ്പോൾ ദൈവം അവനെ ശക്തീകരിച്ച് ആ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ മോശ ചെയ്തത് എന്തെന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവർ ആരോടും പ്രത്യേകം പറയണ്ട. ഈജിപ്തിൽ 10ഓളം മഹാത്ഭുതങ്ങൾ, ചെങ്കടൽ പിളർത്തി ജനത്തെ നയിക്കുന്നു, ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, കാടപ്പക്ഷികളെ വരുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് മുഖാഭിമുഖം സംസാരിച്ച അതുല്യനായ ഒരു മോശയായ ദൈവം ഉയർത്തിയെടുത്തു. അപ്പോൾ കഴിവും പ്രാപ്തിയും ഒന്നുമല്ല കാര്യം. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ മനോഭാവമുണ്ടോ, മനസ്സുണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തെ ലെവലിലേക്ക് ദൈവം നമ്മളെ ഉപയോഗിക്കും. അതാണ് മോശയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അടുത്തതൊരു വ്യക്തിയെ നമുക്കൊന്ന് പഠിക്കാം. ഏലിയാവിന്റെ ചരിത്രം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം ഒന്ന് എടുക്കാം. 1 രാജാക്കന്മാർ 19:4 എടുത്തു വെക്കുക. ഏലിയാവിനെ കുറിച്ചൊരു വാക്ക് പറയട്ടെ. ഇദ്ദേഹം ഇസ്രായേൽ തെറ്റിക്കിടക്കുന്ന ഒരു സമയത്ത് അന്യ ദൈവത്തെ ആരാധിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം സാക്ഷാൽ ദൈവം യഹോവ മാത്രമാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തു ദഹിപ്പിച്ച മനുഷ്യനാണ്. വ്യാജപ്രവാചകന്മാരെ പിടിച്ച് കൊന്നുകളയുവാൻ പറഞ്ഞ മനുഷ്യനാണ്. ധീരനായ ഒരു മനുഷ്യനാണ്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജെസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ പ്രവാചകന്മാരുടെ കഴുത്ത് നീ അറുത്തതുപോലെ തന്നെ നാളെ ഈ സമയത്തിനുള്ളിൽ നിന്റെ കഴുത്തും ഞാൻ അറക്കുമെന്നുള്ള ഭീഷണിയുടെ മുഖത്ത്, ആ ജെസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭീഷണിക്ക് മുൻപിൽ ഈ എലിയ പ്രവാചകൻ പേടിച്ചോടുകയാണ്. അദ്ദേഹം പറയുന്ന വാക്കാണ്, വായിക്കാം. മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് പരിപാലിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം പറയുകയാണ്, മതി കർത്താവേ മതി, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ വലിയവനല്ല, യോഗ്യനല്ല, ഇപ്പോഴെന്നെ കൊന്നെടുക്കണമേ എന്ന് തളർന്നിരിക്കുന്ന ഈ പ്രവാചകൻ പറയുകയാണ്. ഓരോ സ്ത്രീയുടെ ഭീഷണിക്ക് മുൻപിൽ തളർന്നു പോയ പ്രവാചകൻ, അതിനു മുൻപ് ആകാശത്ത് നിന്ന് തീയിറക്കിയ പ്രവാചകൻ. അപ്പോൾ ഇവരെല്ലാം നമ്മെ പോലെ അല്ലെ സമസ്വഭാവമുള്ള മനുഷ്യരാണ്. ഏലിയാവ് നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നുവെന്ന് ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇവരൊന്നും അതിമാനുഷികരോ അമാനുഷികരോ അല്ല, എന്നെയും നിങ്ങളെ പോലെയുമുള്ള സാധാരണ മനുഷ്യരാ. ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കുന്ന എനിക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയപ്പെട്ട് ഓടേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇതിലും വലിയ ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിക്കുമോ? മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വലിയ ശുശ്രൂഷകൾ ചെയ്ത ദൈവദാസന്മാർ പേടിച്ചു വിറച്ചിരിക്കുന്ന ചില അവസ്ഥകൾ വരികയാണ്. അവിടെ ദൈവം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയാണ്. എന്നിട്ട് 4 ശുശ്രൂഷകൾ പിന്നെയും ഏൽപ്പിക്കുകയാണ്. തനിക്ക് പകരം എലീശ പ്രവാചകനെ അഭിഷേകം ചെയ്യണം, അല്ലെങ്കിൽ തന്റെ പിന്തുടർച്ചയായി പ്രവാചക ശുശ്രൂഷ ഏൽപ്പിക്കണം, ഇന്ന രാജ്യങ്ങളിൽ പോയി ഇന്ന രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ചെയ്യുവാൻ ഈ പ്രവാചകനെ ദൈവം ശക്തിപ്പെടുത്തി. റീകമ്മീഷൻ, വീണ്ടും അതിനെ ശക്തിപ്പെടുത്തി ആ വ്യക്തിയിലൂടെ അടുത്തൊരു ലെവലിലേക്ക് പോകുന്ന ഒരു ദൈവപ്രവൃത്തിയെയാ നമ്മൾ മോശയുടെ ജീവിതത്തിലൂടെയും ഏലിയാവിന്റെ ജീവിതത്തിലൂടെയും നമ്മൾ കണ്ടത്. യോനാ പ്രവാചകന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. അതിന്റെ കഥകളെല്ലാം നമുക്കറിയാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അപ്പോൾ തന്നെ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അങ്ങനെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രവാചകനായ യോനയെ കുറിച്ച് യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പൊയ്ക്കളവാൻ അതിൽ കയറി.
പ്രൈസ് ലോർഡ്. വളരെ ശ്രദ്ധിക്കണമേ, യോനയുടെ ചരിത്രം അറിയാത്ത ക്രിസ്ത്യാനികളില്ല. എങ്കിലും ഈ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നിനവയിൽ പോയി നീ പ്രവചിക്കണം. പ്രവാചകൻ എന്ത് ചെയ്തു? തർശീസിലേക്ക് പോകുന്ന കപ്പലിൽ വണ്ടിക്കൂലിയും കൊടുത്ത് അതിൽ കയറിയിരുന്നു. ദൈവം പറഞ്ഞത് അങ്ങോട്ട് പോകുവാൻ പ്രവാചകൻ പോകുന്നത് തന്റെ ഇഷ്ടത്തിന്. അപ്പോൾ എന്ത് സംഭവിച്ചു? കടലിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അങ്ങനെ യോനയെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു. അദ്ദേഹത്തെ ഒരു മീൻ വന്ന് വിഴുങ്ങി. പിന്നീട് ഈ മീൻ വന്ന് ഛർദ്ദിച്ച് അദ്ദേഹത്തെ ഇട്ടു. അതിനുശേഷം വീണ്ടും ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാവുകയാണ്. ഞാനത് വായിക്കുന്നില്ല. 3:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വീണ്ടും അദ്ദേഹത്തോട് ഇടപെടുകയാണ്. വീണ്ടും പ്രവാചകനെ റീകമ്മീഷൻ ചെയ്യുകയാണ്. തന്റെ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നിനവയിൽ പോയി ഇദ്ദേഹം അവിടെ പ്രവചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9 മുതൽ ഒന്ന് വായിക്കാം. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ പാപം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചിൽവാനം മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ പാപം തോന്നരുതോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാചകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീകമായ ഒത്തിരി പാഠങ്ങൾ നമ്മൾ പഠിച്ചിരുന്നാൽ നല്ലതാണ്. കാരണം ജീവിതത്തിൽ ഇന്ന് ഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല കഷ്ടതയുടെയും പുറകിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു കഷ്ടതയിൽ നേരെയായില്ലെങ്കിൽ അടുത്ത കഷ്ടത, ആ കഷ്ടതയിൽ നേരെയായില്ലെങ്കിൽ അടുത്ത കഷ്ടത, ആ കഷ്ടതയിലും നേരെയായില്ലെങ്കിൽ അടുത്ത കഷ്ടത. ഈ പ്രവാചകരോളം കഷ്ടത അനുഭവിച്ച മറ്റൊരു പ്രവാചകനുണ്ടോ എന്ന സംശയമാണ്. ഇദ്ദേഹത്തോട് പറഞ്ഞത്, നിനവയിൽ പോയി പ്രവചിക്കുക. അവിടെ പോയി പ്രവചിച്ചാൽ മതിയായിരുന്നു. ഇദ്ദേഹം ആ വാക്കിന് വില കൊടുക്കാതെ തർശീസിലേക്ക് ഓടി രക്ഷപ്പെടാൻ പോയി. അങ്ങനെ പോയപ്പോൾ കടൽക്ഷോഭമുണ്ടായി. അവിടെ നിന്നെടുത്ത് കടലിലേക്ക് ഇട്ടു. അദ്ദേഹത്തെ ഒരു മീൻ വിഴുങ്ങി. അങ്ങനെ മീനിന്റെ വയറ്റിൽ കിടന്ന് ഇദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു. അവസാനം മീൻ ഇദ്ദേഹത്തെ ഛർദ്ദിച്ചിട്ടു. അവിടെ നിന്ന് എഴുന്നേറ്റ് മനസ്സില്ലാ മനസ്സോടെ വീണ്ടും പ്രവചിക്കാൻ പോവുകയാണ്. താൻ പ്രവചിച്ചു, ഇന്ന ദിവസത്തിനുള്ളിൽ നിനവെ പട്ടണം നശിപ്പിക്കപ്പെടും. അപ്പോൾ പ്രവചിച്ച പ്രവാചകന് എന്ത് കാണാൻ ആഗ്രഹം? ആ പ്രവചനത്തിന്റെ നിവൃത്തി കാണുവാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക. കാരണം ഞാൻ പ്രവാചകനാണ്, ഞാൻ പറഞ്ഞത് നിവർത്തിച്ചില്ലെങ്കിൽ എന്റെ മാർക്കറ്റ് ഇടിയും. അപ്പോൾ നിനവയുടെ നാശം പ്രവചിച്ചു. അത് സംഭവിക്കുവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നൊരു യോനയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതുകൊണ്ടൊന്നും യോന പഠിച്ചിട്ടില്ല. മീന്റെ വയറ്റിൽ കിടന്നതും വെള്ളത്തിൽ കിടന്ന് ഉപ്പുവെള്ളം കുടിച്ചതും കഷ്ടത അനുഭവിച്ചതും പാതാള വേദനകൾ അനുഭവിച്ചതും ഇതൊന്നും യോന പഠിച്ചിട്ടില്ല. ഇത്രയൊക്കെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഇവിടെയൊന്നും നമുക്കും ഒന്നും പഠിക്കാൻ കിട്ടിയിട്ടില്ല. ഈ അവസ്ഥയിലൂടെയല്ലേ പല വിശ്വാസികളും വിശ്വാസ കുടുംബങ്ങളും കടന്നു പോകുന്നത്. ഒന്ന് കഴിഞ്ഞാൽ അത് അടുത്തത്, അടുത്തത് കഴിഞ്ഞാൽ മറ്റൊന്ന്. എന്തേ? നമ്മൾ നേരെയാകേണ്ട വിധങ്ങളെ ദൈവമേ, എന്റെ കുറവുകൾ എന്താണ് ദൈവമേ, ഈ പ്രശ്നത്തിന്റെ നടുവിൽ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് യേശയ്യാവ് ഒന്ന് സമർപ്പിച്ചതുപോലെ പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകട്ടെ, പാപം ഏറ്റുപറയാൻ ഒരു ബോധമുണ്ടാകട്ടെ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഒരു ഇടയുണ്ടാകട്ടെ, ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഇതാ കർത്താവെ ഞാനെന്ന് പറഞ്ഞ് പറയുവാൻ ഒരു മനോഭാവം ഉണ്ടാകട്ടെ. ഇല്ല എങ്കിൽ ഇതുപോലെ യോനയുടെ ജീവിതത്തിൽ വന്നതുപോലെ വെറുതെ കിടന്ന് ഉപ്പുവെള്ളം കുടിക്കുക എന്നല്ലാതെ യാതൊരു ഗത്യന്തരവും ഉണ്ടാകില്ല. ഇതൊക്കെ ചെയ്തിട്ടും യോന പഠിച്ചില്ല. നിനവയുടെ നാശം കാണുവാൻ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു ആവണക്ക് ചെടി, ഒരു ചെടി മുളപ്പിച്ചു യോനയുടെ അടുത്ത്. ഇത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വലുതായി. ഇത് പെട്ടെന്ന് വലുതായി ഒരു തണലായി. ഒറ്റയ്ക്കിരിക്കുന്ന യോനയ്ക്ക് ഈ ചെടിയുടെ വളർച്ചയിൽ ഒരു സന്തോഷം. ആ കൊള്ളാലോ, നല്ലതാണല്ലോ, ഒരു സന്തോഷം. പിറ്റേ ദിവസം നോക്കിയപ്പോൾ വെയിലടിച്ച് ഒരു പുഴുവിനെ വിട്ടു, പുഴു അത് തിന്നു. അതിനുശേഷം ഒരു വെയിലടിച്ചു, ഈ ചെടി അവിടെ ഉണങ്ങിപ്പോയി. യോനയ്ക്ക് ഭയങ്കര പ്രയാസം. അയ്യോ ഈ ചെടി, അയ്യോ ഒരു ദിവസം കൊണ്ട് വളർന്നതാണല്ലോ, നശിച്ചു പോയല്ലോ. അപ്പോഴാണ് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നത്. യോനെ, ഈ ചെടിക്ക് വേണ്ടി നീ അധ്വാനിച്ചില്ല. ഒരു ദിവസം കൊണ്ട് അത് വളർന്നു വലുതായി, നിനക്ക് തളം നൽകി. അത് ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ നീ വേദനിക്കുന്നുണ്ടല്ലേ? നിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടല്ലേ? എങ്കിൽ യോനെ, 1,20,000 പരം ജനങ്ങൾ ഈ നിനവയിൽ നശിച്ചു പോകുന്നത് ഓർത്ത് എന്റെ ഹൃദയത്തിൽ വേദന ഇല്ലെന്നാണോ നീ കരുതിയത്?
ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു ചെടി മുളപ്പിച്ചുണക്കി ദൈവം കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു സന്തോഷമുള്ള ചില അവസ്ഥകളൊക്കെ കടന്നു വരും. ആ സന്തോഷം കാണുമ്പോൾ പെട്ടെന്നൊരു ദിവസത്തിൽ ആ സന്തോഷമെല്ലാം തല്ലി തകർത്തുകൊണ്ട് ഈ ചെടി ഉണങ്ങിപ്പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടമായി പോവുകയാണ്. അപ്പോൾ നമ്മൾ വിഷമിക്കുകയാണ്, ദൈവമേ, അയ്യോ എൻ്റെ ജീവിതത്തിൽ ആ വലിയ നഷ്ടം, സങ്കടം. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. നമ്മളോടും ദൈവത്തിന് ചോദിക്കാനുള്ളത്, പ്രിയ സഹോദര സഹോദരി, എൻ്റെ ഹൃദയത്തിലുള്ള വേദന നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇടവും വലവും തിരിച്ചറിയാതെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജനത്തെ കണ്ട് ഇങ്ങനെ ഒരു ഹൃദയ നില നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എൻ്റെ ഹൃദയത്തിന്റെ വേദന നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയായി തീരാത്തത് എന്ത് എന്നുള്ളതാണ് ദൈവം അവിടെ പകരുവാൻ ആഗ്രഹിച്ച കാര്യം. നമുക്കറിയാം, ഹോസിയ പ്രവാചകന്റെ ജീവിതത്തിൽ ആ പ്രവാചകനോട് പറഞ്ഞു, ഒരു വേശ്യയായ സ്ത്രീയെ നീ പോയി വിവാഹം കഴിക്കുക. ഒരു വിശുദ്ധനായ മനുഷ്യനോട് പറയുകയാണ്, ഒരു മോശക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കണം. ദൈവം പറഞ്ഞത് അദ്ദേഹം ചെയ്തു. ഒരു വേശ്യയായ സ്ത്രീയുടെ കൂടെ കഴിയുന്ന ഒരു പുരുഷന്റെ മനോഭാവം എന്തെന്ന് ഈ ഹോസിയ പ്രവാചകൻ യഥാർത്ഥമായി വാസ്തവമായി ആ വേദനയോടുകൂടെ അനുഭവിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയവേദനയും ഹോസിയ പ്രവാചകന്റെ ഹൃദയവേദനയും ഒന്നായി ചേർന്നപ്പോൾ അവിടെ ദൈവം സംസാരിക്കുകയാണ്, പ്രവാചക, നിന്റെ ഭാര്യയായ ഈ സ്ത്രീയെ പോലെയാണ് എൻ്റെ ജനമായ ഇസ്രായേൽ. അങ്ങനെ പറയുമ്പോൾ ആ പ്രവാചകന് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലായി. അതാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന എന്റെയും ഹൃദയത്തിന്റെ വേദനയായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞു തരുമ്പോൾ നന്നായാൽ നമുക്ക് സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ, ദൈവം പറയുന്നത് ചെയ്യുവാൻ ഇതാ കർത്താവേ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുന്ന ഒരു മനോഭാവം ദൈവം എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് കടലിൽ പോയി ഉപ്പുവെള്ളം കുടിക്കേണ്ടി വന്നില്ല. മീൻ്റെ വയറ്റിൽ കിടന്ന് അയ്യോ കർത്താവേ എന്ന് വിളിക്കേണ്ടി വന്നില്ല. കേട്ട ശബ്ദം അനുസരിക്കുവാൻ മനോഭാവം ഉണ്ടെങ്കിൽ ദൈവം നമ്മെ ശിക്ഷിക്കുകയില്ല. കേട്ടനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് വാളിന്റെ മൂർച്ച ദൈവം കൂട്ടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ ആന്റിബയോട്ടിക് കഴിക്കുകയല്ല ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന വെച്ച് അതിനെ പരിഹരിക്കുവാനല്ല നോക്കേണ്ടത്. ദൈവമേ, ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്, ഞാൻ ഏത് മേഖലയിലാണ് തെറ്റിപ്പോയത്, ദൈവമേ ഞാനത് പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അത് കേട്ടനുസരിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തി ദൈവത്തിന്റെ ഇഷ്ടം ഇന്നെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി സമർപ്പിച്ചാൽ ഒരു കുഴപ്പവുമില്ല. പൗലോസിന്റെ ജീവിതത്തിൽ ഒന്ന് പഠിച്ചു നോക്കിയേ. അവൻ അറിവില്ലാത്ത വളരെ തീഷ്ണതയോടുകൂടി ദൈവത്തിന് വേണ്ടിയാ പലതും ചെയ്തത്. പക്ഷെ അവൻ അറിവില്ലാതെ ചെയ്തതാ. അറിഞ്ഞപ്പോൾ ആ അറിഞ്ഞ സെക്കൻഡിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി തീർന്നു. നമുക്ക് അനേകം കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ടെങ്കിലും പത്രോസിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. എല്ലാ ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം മറന്നുപോയി, തന്റെ ഉത്തരവാദിത്തം മറന്നുപോയി. ഇപ്പോഴിതാ പഴയ വള്ളവും വലയും എടുത്ത് മീൻ പിടിക്കാൻ പോകുന്ന ഒരു പത്രോസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവിടെയും കർത്താവ് വിട്ടില്ല. റീകമ്മീഷന് വേണ്ടി കർത്താവ് വന്നു. അവന്റെ ഉത്തരവാദിത്ത ബോധത്തെ തട്ടി ഉണർത്തുവാൻ കർത്താവ് വന്നു. നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള 3 ചോദ്യത്തിന് മുൻപിൽ അവൻ അവിടെ സറണ്ടറായി. ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു. അതിനുശേഷം എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം, 3000 പേർ രക്ഷയിലേക്ക് കടന്നു വന്നു. മനസ്സിലായോ? അങ്ങനെ പല വിധത്തിൽ തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ട് ദൈവം തന്റെ ഉദ്ദേശത്തിലേക്ക് ദൈവം നടത്തി. ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. തല്ല് കൊണ്ടേ നന്നാവൂ എന്ന് പറഞ്ഞാൽ തല്ല് മേടിച്ച് നമുക്ക് നന്നാകാം. പൗലോസ് പറയുന്നു, ഞാൻ സൗമ്യനായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതോ അതോ വടിയുമായി ഞാൻ വരുന്നതോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? നമ്മളെ കടലിലേക്കിട്ട് ഉപ്പുവെള്ളം കുടിപ്പിച്ച് മീൻ്റെ വയറ്റിലിട്ട് കഷ്ടപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലെ തണലായി നിന്നത് പലതിനെയും ഉണക്കിക്കളഞ്ഞ് അങ്ങനെ നമ്മളെ പഠിപ്പിച്ച് എടുക്കുന്നതാണോ നമുക്ക് നല്ലത്? ദൈവം പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ കണ്ടതുപോലെ, അടിയനിതാ കർത്താവേ ഞാൻ എന്ത് ചെയ്യണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമർപ്പണമാണോ ആവശ്യം? എൻ്റെ പ്രിയമുള്ളവർ ഒന്ന് ചിന്തിച്ചു കൊള്ളുക. ദൈവവചനത്തിൽ നിന്നും സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. എസ്തേറിന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എസ്തേറിന്റെ പുസ്തകം
നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എസ്തേറിനോട് മൊർദെഖായി പറയുകയാണ്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നും ആശ്വാസം കടന്നു വരും. ദൈവം വിശ്വസ്തനാണ്. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എസ്തേറേ നിനക്കാണ്. ഈ ഒരു സമയത്തേക്ക് വേണ്ടിയാണ് നീ രാജ്ഞി പദം അലങ്കരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നോട് ദൈവാത്മാവ് ശക്തമായി സുവിശേഷ വേലയിലേക്ക് കൊണ്ടുവരുവാൻ ആഹ്വാനം ചെയ്ത ഒരു വാക്യമാണത്. 2013 കാലഘട്ടത്തിൽ ഈ വാക്യത്തിലൂടെ ദൈവം എന്നോട് ഇടപെട്ടു. ജിനേഷേ, ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയാണ് നിന്നെ ഞാൻ ഈ സത്യങ്ങളെ ഗ്രഹിപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ, ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ മറ്റൊരുവനെ കൊണ്ട് ദൈവം അത് പറയിപ്പിക്കും. ഒരു ജിനേഷ് എഴുന്നേറ്റില്ല എങ്കിൽ 100 ജിനേഷുമാരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് 2 കൊരിന്ത്യർ ലേഖനം 6:1, ദൈവകൃപ വ്യർത്ഥമാക്കരുത്. എനിക്ക് കിട്ടിയ ദൈവകൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല, കിട്ടിയ ചാൻസ് മുതലാക്കി എന്നാണ് പൗലോസ് പറയുന്നത്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സത്യം മനസ്സിലാക്കുവാൻ ദൈവം ഒരു അനുഗ്രഹം നൽകി. ഇനി പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു സന്ദർഭത്തിനല്ലേ എന്നെയും നിങ്ങളെയും ഈ രാജകീയ പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ രാജകീയ പുരോഹിത ഗണമാണ്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആഴപ്പാടുകൾ മനുഷ്യരെ അറിയിച്ച് ഈ ജനത്തെ ദൈവത്തിലേക്ക് നടത്തുവാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചോദിക്കുകയാണ്, എസ്തേറേ, ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയല്ലേ ദൈവം നിന്നെ ഈ രാജ്ഞിയാക്കി ഉയർത്തിയത്? നീ മിണ്ടാതിരുന്നാൽ, നിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നീ ഓടിയകന്നാൽ, യഹൂദന്മാർക്ക്, ദൈവജനത്തിന് മറ്റൊരു സ്ഥലത്ത് നിന്നും ദൈവം അത്ഭുതകരമായ വിടുതലയക്കും. പക്ഷേ നിനക്ക് നിന്റെ പിതൃഭവനത്തിനും നഷ്ടം സംഭവിക്കും. വെളിപ്പാട് പുസ്തകം 3:11 പറയുന്നു, നിന്റെ കിരീടം മറ്റൊരുവനെടുക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹപ്പെട്ടതായിട്ടുള്ള അവസ്ഥ സുവിശേഷം അറിയിക്കുവാൻ, ഈ സത്യങ്ങൾ വിളിച്ചു പറയുവാൻ, അതിനുവേണ്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായി വരും. സമൂഹത്തിൽ നമ്മളെ മുദ്രകുത്തും, പല പരിഹാസങ്ങളും നിന്ദതകളും അനുഭവിക്കേണ്ടതായി വരും. പക്ഷേ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായി നിന്നുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ഏഷ്യക്കാർ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ഞാൻ എൻ്റെ ഈ വാദം പറയുമ്പോൾ എന്നോടുകൂടി ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഒരുപക്ഷെ ആരും ഉണ്ടായെന്ന് വരികയില്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയാണ് ഈ തൊണ്ടയിലെ ശബ്ദം എനിക്ക് നൽകിയത് ദൈവം, ഈ ആരോഗ്യം എനിക്ക് നൽകിയത്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഉത്തരവാദിത്വ ബോധം ഇന്നൊരു റീകമ്മീഷൻ ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഉത്തരവാദിത്വ ദിവസം. നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ തട്ടിയുണർത്തി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ ദൈവത്താൽ രക്ഷിക്കപ്പെടുത്തിയത്, സൗജന്യമായ രക്ഷയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അതിൽ നിന്നും മാറിപ്പോകുവാനിടയായിത്തീരരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38:17 കൂടി വായിച്ചിട്ട് നമുക്ക് ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കാം. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 17-ാം വാക്യം, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ ശവക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. മരണകരമായ ഒരു അപകടമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ രോഗം പിടിപെട്ടപ്പോൾ രാജാവ്, അവിടെ ഹിസ്കിയാവ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവന് 15 സംവത്സരം ആയുസ് നീട്ടിക്കൊടുത്തു. അപ്പോൾ പറയുകയാണ്, സമാധാനത്തിനായി എനിക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും മരണത്തിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ചു എന്ന്. പ്രിയമുള്ളവരെ, കൈപ്പുള്ള അനുഭവത്തിലൂടെ ഇന്ന് ആരെങ്കിലും സഭാവിശ്വാസികൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടുവാൻ വേണ്ടിയല്ല, അതിൽ നിന്ന് നിങ്ങളെ പണിതെടുത്ത് ദൈവത്തിന് പ്രയോജനമുള്ളൊരു പാത്രമാക്കി തീർക്കുവാനാണ്. ഇത് മനസ്സിലാക്കി സമർപ്പിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ, അനേകർ നഷ്ടം സഹിക്കേണ്ടതായി വരും. നമുക്ക് നഷ്ടം സഹിച്ചവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ, ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും ഒരു പഴത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തു. അവർക്ക് ഏദൻ തോട്ടം നഷ്ടമായി. അപ്പോൾ തന്നെ തുടർന്ന് നോക്കുമ്പോൾ ഏശാവിനെ കുറിച്ച് നമ്മൾ കാണുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവന്റെ കടിഞ്ഞലവകാശം അവൻ വിറ്റു കളഞ്ഞു. അപ്പോൾ തന്നെ ശൗൽ രാജാവ് ദാവീദിനോടുള്ള അസൂയ മൂലം അവന്റെ രാജപദവി തെറിച്ചു പോകാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ യൂദാസ് 30 വെള്ളിക്കാശിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തു. 12 അപ്പോസ്തലന്മാർ എന്നുള്ള പദവി അവന് നഷ്ടമായി പോകാനിടയായിത്തീർന്നു.
നിനക്കുള്ള കിരീടം നീ പിടിച്ചുകൊള്ളുക, മറ്റൊരുവൻ ആ സ്ഥാനം എടുക്കാതിരിക്കുവാൻ, എനിക്ക് കിട്ടേണ്ട നന്മ മറ്റൊരുവൻ അപഹരിക്കാതിരിക്കുവാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ദേവസഭയോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ആരും തികഞ്ഞവരല്ല. ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ ക്രിസ്തു എന്ന പാദത്തോളം മാത്രമാണ് നമുക്ക് വളർച്ചയുള്ളത്. അല്ലെങ്കിൽ മുട്ടോളം വളർച്ച ഉണ്ടായിരിക്കാം, അരയോളം വളർച്ച ഉണ്ടായിരിക്കാം, തോളോളം വളർച്ച ഉണ്ടായിരിക്കാം. ആ വളർച്ച കൊണ്ടൊന്നും തൃപ്തിപ്പെടാത്ത ദൈവം പറയുകയാണ്, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വളർന്നു എന്ന് പറഞ്ഞ് നിൽക്കുവാൻ വേണ്ടിയല്ല. എന്തെങ്കിലും ആയി എന്ന് പറയുന്നവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത് ഗലാത്യ ലേഖനത്തിൽ. അതുകൊണ്ട് നാം ഒന്നുമായിട്ടില്ല, അടുത്തൊരു സ്റ്റേജിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള യെശയ്യാ പ്രവാചകന്റെ മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ദൈവം എന്ത് ചെയ്യും? റീകമ്മീഷൻ ചെയ്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് ജയോത്സവമായി നമ്മളെ കൊണ്ട് നടക്കുവാനിടയായിത്തീരും. അതിന്റെ അനുഗ്രഹം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.